നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ, നീ നോക്കിക്കോ. പ്രകാശും മനോജും വർഷയൊക്കെ ചേർന്ന് വന്ദനമോളുടെ വിവാഹം നടത്തും. ഒരു നല്ല കാലം എന്റെ വന്ദനമോൾക്കും ഉണ്ടാവും. വർഷയ്ക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് എന്തുമാത്രം ആഗ്രഹിച്ചവളാ ഞാൻ. അതിനുവേണ്ടി എന്തുമാത്രം നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തി. എന്നിട്ടും ദേവി, വർഷയുടെ ജീവിതം അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ മനസ്സിന്റെ ഭാരം എവിടെയാ ഒന്ന് ഇറക്കി വെക്കുക. അനിയത്തി, നിന്റെ നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ എനിക്ക് മറ്റെന്താ ചെയ്യാൻ കഴിയുക? വന്ദനമ്മേ, ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നതാണോ എന്റെ വന്ദനമ്മയുടെ സങ്കടത്തിന് കാരണം? എങ്കിൽ ദിയമ്മോള് ത്യാഗിയാന്റിയുടെ വീട്ടിലോട്ട് പൊക്കോളാം വന്ദനമ്മേ. എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? രാഖിയന്റെയോടൊപ്പം പോവാൻ മോൾക്ക് ഇഷ്ടാണോ? അല്ല, ഒട്ടും ഇഷ്ടല്ല. പിന്നെന്താ അങ്ങോട്ട് പോണെന്ന് പറഞ്ഞേ? അങ്ങനെങ്കിലും വന്ദനമ്മയുടെ സങ്കടം മാറുമല്ലോ എന്ന് കരുതിയ. ഞാൻ എത്ര ജോലി വേണമെങ്കിലും ചെയ്തോളാം, എത്ര അടി വേണമെങ്കിലും കൊണ്ടോളാം. എന്റെ വന്ദനമ്മയുടെ ചിരി കണ്ടാ മതി എനിക്ക്. മോളെവിടെ കഴിയുന്നത് വന്ദനമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് മോൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ അച്ഛനും അച്ഛമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ മോളെ ജീവനല്ലേ? സുചിത്രാന്റിക്കും ഹരിതാന്റിക്കും ഗോകുലിനും വിനുവങ്കളിനും ഒക്കെ മോളോട് നല്ല സ്നേഹമല്ലേ? അതെ, അവർക്കൊക്കെ ദിയമോളെ ഇഷ്ടമാ. പിന്നെ പ്രകാശങ്ങളും മനോജങ്ങളും ഒക്കെ മോളെ കാണുമ്പോ മുഖം വെറുപ്പിക്കുന്നതൊക്കെ നേരാ. പക്ഷെ മോളുടെ ദേഹത്തൊന്ന് തൊടാൻ പോലും അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? വന്ദനാമയ്ക്ക് അത് സഹിക്കില്ലെന്ന് അവർക്കറിയാം. ഇവിടെ ആർക്കും മോളെ ഇഷ്ടമില്ലെന്ന് തെറ്റിദ്ധരിച്ച് മോളെ ഇങ്ങോട്ട് ഒളിച്ചോടിയൊന്നും പോയി കളയരുത്. ഇല്ല വന്ദനമ്മേ, ദിയമോൾ ഇനി ഒളിച്ചോടി പോവില്ല. എന്നെ പിടിച്ചോണ്ട് പോവാൻ പിച്ചക്കാര് ഇപ്പോഴും അവിടെ തന്നെ കാണും. അവരെന്നെ തട്ടിക്കൊണ്ടുപോകുന്നത് ജഗനങ്കിള് കണ്ടാലും എന്നെ രക്ഷിക്കാനും പോകുന്നില്ല. അതെന്താ? ജഗനങ്കിളിനെ വന്ദനമ്മ വരക്ക് പറഞ്ഞില്ലേ? പാവോ ജഗനങ്കിള്. അങ്കിളിനെ പിണക്കിയത് ഒട്ടും ശരിയായില്ല വന്ദനമ്മേ. മോളെ പിണക്കിയതൊന്നുമല്ല. അതൊന്നും പറഞ്ഞു മോൾക്ക് മനസ്സിലാവുകയില്ല. കുറച്ചുകൂടി വളരുമ്പോ അമ്മ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം, കേട്ടോ? എന്റെ മോളെ എവിടെയും പോണ്ട. മോള് പോയാ വന്ദനമ്മ ഒറ്റയ്ക്കായി പോവും. ദിയമോൾ ഒരു കാര്യം ചോദിച്ചാ വന്ദനമ്മ സത്യം പറയോ? എന്താ മോളെ? വന്ദനമ്മയ്ക്ക് ജഗനങ്കിളിനെ ഇഷ്ടമല്ലേ? അതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. മോള് വെളുപ്പിനെ എഴുന്നേറ്റതല്ലേ, കുറെ യാത്ര ചെയ്തതല്ലേ. മോള് കുറച്ചു നേരം ഒന്ന് കിടക്ക്. ക്ഷീണം മാറുന്നത് വരെ മോൾ ഉറങ്ങിക്കോ. കിടക്ക.
ഇപ്പോഴാ ചന്ദ്രികെ നിന്റെ മാധവന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടത്. എന്നാൽ ഇത്രയും കാലം അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ഒരു ശമനം ഉണ്ടായല്ലോ. എല്ലാം ഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷം. അതെ അമ്മേ, മൂത്ത മകൻ പ്രകാശൻ ജീവിക്കാൻ പഠിച്ചവന്. സ്വന്തം അച്ഛനമ്മമാരെ പോലും ചൂഷണം ചെയ്ത് ജീവിതം കരുപിടിപ്പിക്കാൻ അവന് നന്നായിട്ട് അറിയാം. ആ, അതുകൊണ്ട് അവന്റെയും സുചിത്രയുടെയും കാര്യം ഓർത്ത് ആർക്കും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കമഴ്ന്ന് വീണാൽ കാൽ പണം, അതാണവൻ. പക്ഷേ വന്നു കയറിയ മരുമോൻ അങ്ങനെയല്ല, പരോപകാരിയും കോടീശ്വരനും വിക്രം. അവന്റെ താലി എപ്പോ വർഷയുടെ കഴുത്തിൽ വീണോ അപ്പോ വർഷയുടെ ഭാഗ്യം പരകോടിയിലെത്തിക്കഴിഞ്ഞു. അതെ അമ്മേ, അതുകൊണ്ടായില്ലല്ലോ. പിന്നെ മനോജിന്റെ കാര്യം ഓർത്തിട്ടാണോ നിനക്ക് സങ്കടം? മോളെ, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി വിക്രം അവനെ സഹായിക്കും. വർഷമോള് പ്രത്യേക താല്പര്യമെടുത്ത് അത് ചെയ്യിച്ചിരിക്കും. പിന്നെ ഹരിതയുടെ മാസശമ്പളവും കൂടി ആകുമ്പോ മനോജിന്റെ കാര്യവും ഏതാണ്ടൊക്കെ ശരിയാകും. എന്തൊക്കെയായാലും ഹരിത കുറുപ്പിന്റെ ഒരേ ഒരു മകളാണല്ലോ. ശരിയാ. അവൾക്ക് അവകാശപ്പെട്ട സ്വത്ത് കൊടുക്കാതിരിക്കാൻ കുറുപ്പിന് കഴിയില്ല. അവന്റെ കാര്യവും അതോടെ ശരിയാകും. അതിലൊന്നും എനിക്ക് ഒരു വിഷമവും ഇല്ലമ്മേ. ഒരേ ഒരു സങ്കടം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ, എന്റെ വന്ദനം മൂലം. അവളാണ് എന്റെ ദുഃഖം. അവളാണ് എന്റെ നെഞ്ചിലെ നീറ്റൽ. പാവം എന്റെ മോള്. മോള് വിഷമിക്കാതെ. ഭഗവാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയതും പരീക്ഷിച്ചതും വന്ദനമോളെയാ. അവളെ രക്ഷിക്കാനുള്ള വഴിയും ഭഗവാൻ തന്നെ കണ്ടെത്തും. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, നീ നോക്കിക്കോ, പ്രകാശും മനോജും വർഷയൊക്കെ ചേർന്ന് വന്ദനമോളുടെ വിവാഹം നടത്തും. ഒരു നല്ല കാലം എന്റെ വന്ദനമോൾക്കും ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.